ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയപ്രഖ്യാപന പ്രസംഗം സൗമ്യമായി കേട്ടുകൊണ്ടിരുന്ന് സഹകരിച്ച പ്രതിപക്ഷത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷ ബെഞ്ചുകൾ രാഷ്ട്രീയമായി നിർജീവാവസ്ഥയിലാണ് എന്ന വസ്തുത ഞങ്ങൾക്കറിയാമെങ്കിലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അതേപടി കേട്ടുകൊണ്ടിരിക്കാനുള്ള സന്മനസ് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത്. ഒരു 25 കൊല്ലക്കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പാർട്ടി പൊളിറ്റിക്സ് മിണ്ടാതെ ഒരു നയപ്രഖ്യാപനം നടത്തുന്നത്. അതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രത്യേകത. അതാണ് സാധാരണ കഴിഞ്ഞ 5 വർഷം നമ്മുടെ ഐസക്കിൻ്റെ ബഡ്ജറ്റ് എടുത്താലും ആദ്യത്തെ ഒരു 10 പേജ് രാഷ്ട്രീയം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 10 പേജ് രാഷ്ട്രീയം, ആവശ്യമില്ലാത്ത രാഷ്ട്രീയം കുത്തിത്തിരി, സാഹിത്യ നായകന്മാരുടെ കവിതാ ശകലങ്ങളൊക്കെ ചേർത്ത് ബഡ്ജറ്റ് പറയുന്നത് പോലെ തന്നെ നയപ്രഖ്യാപനം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളും എന്താണ് അടുത്ത കാലങ്ങളിൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതെന്നും വസ്തുതാപരമായ വിശകലനം നടത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. രാഷ്ട്രീയം പറയാത്ത ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുദേവനെ പറ്റിയുള്ള പഠനം പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൽ ഈ ഗവൺമെൻറ് അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഓരോ പേജുകളും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം. ഓരോ പേജിലും കേരളീയ ജനസമൂഹത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്നു എന്നതിന് തെളിവാണ്. ഓരോ പേജും എടുത്ത് നോക്കാം. ഞാൻ പ്രത്യേകിച്ച് ഓരോ പേജും പറയേണ്ടതായിട്ടില്ല. ഒരു പേജിൽ പോലും രാഷ്ട്രീയമില്ല എന്ന് മാത്രമല്ല. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. 13-ാം പേജ് കർഷക രക്ഷ ഭക്ഷ്യ സുഭിക്ഷ എന്ന പുതിയ വികസന മുദ്രാവാക്യം ഉയർത്തുകയാണ്. കർഷക രക്ഷ, ഭക്ഷ്യ സുരക്ഷ, ഭക്ഷ്യ സുഭിക്ഷ. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് വരെ കേരളത്തിലൊരു ഗവൺമെൻറ്റും പ്രഖ്യാപിക്കാത്ത മുദ്രാവാക്യവുമായി ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്ത്രീകൾക്കും ഭയമില്ലാതെയും മാന്യതയോടെയും ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഒരു സമഗ്രമായ പ്രഖ്യാപനം നിർഭയ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പട്ടികജാതി വിഭാഗങ്ങളും പട്ടികവർഗങ്ങളും എപ്പോഴും ആശ കിട്ടുന്നതല്ലാതെ അവർക്ക് കാര്യങ്ങൾ നടന്നിരുന്നില്ല. അതിൽ വ്യത്യസ്തമായി പട്ടികജാതിക്കാരുടെ ദ്രുതഗതിയിലുള്ളതും സമ്പൂർണവുമായ വളർച്ചയ്ക്ക് മാത്രമായി ഒരു പട്ടികജാതി വികസന നയം രൂപീകരിക്കുന്നതാണ്. കേരള ഗവൺമെൻറ് പുതിയ പോളിസി എടുക്കുകയാണ്. പട്ടികജാതി വികസന നയം രൂപീകരിക്കും. ഈ ഗവൺമെൻറ് പ്രഖ്യാപനമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഇത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അത് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്രമസമാധാന പരിപാലനത്തിൽ കേരളത്തിൻ്റെ റെക്കോർഡിംഗ് തികച്ചും സുദീർഘമാണ്. നിഷ്ഠുരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് എൻ്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനബോധത്തോടു കൂടി പറയുകയാണ്, ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഉതകുന്ന ഒരു നിയമനിർമ്മാണത്തിലും ഈ ഗവൺമെൻറ് രൂപം നൽകി വരികയാണ്. അതായത്
കഴിഞ്ഞകാല നയപ്രഖ്യാപന പ്രസംഗങ്ങളുടെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ വികസന നയം പ്രഖ്യാപിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തെ കേരളത്തിലെ ജനങ്ങൾ, നിഷ്പക്ഷമതികൾ, ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരനും അതുപോലെ തന്നെ പട്ടികജാതി കുട്ടിവർഗ വിഭാഗങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹവും 100% സന്തോഷത്തോടുകൂടി ഈ നയപ്രഖ്യാപനത്തെ സ്വീകരിക്കും എന്ന് ഗവൺമെൻറ് കരുതുന്നു. വളരെ നല്ലവണ്ണം യോജിക്കുമല്ലോ. കാരണം അവിടെ ആറന്മുള വിമാനത്താവളത്തിനുള്ള സ്ഥലം മണ്ണിട്ട് നികത്തിയത് ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ല എന്ന് നിയമസഭയിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ആർക്ക് തർക്കിക്കാൻ പറയും? നിങ്ങൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് ആ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി 900 മീറ്റർ നികത്തി. അതിൻ്റെ തെളിവുകൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭ കാണിച്ചല്ലോ. ഇനി തർക്കത്തിന് കാര്യമില്ലല്ലോ. എല്ലാവരും കൂടെ ചോദിച്ചാൽ ഞാൻ, പക്ഷേ ഓരോരുത്തരും ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴുള്ള പ്രശ്നം എന്താ? അവിടെ 1000 മീറ്റർ നീളത്തിൽ കംപ്ലീറ്റ് മണ്ണിട്ട് നികത്തി വെച്ചിരിക്കുക. ഏതെങ്കിലും മലയിടിച്ചു കൊണ്ടുവന്നാണെന്നുള്ള ആർക്കും അറിയത്തില്ലാത്ത 100% സത്യമല്ലേ അത്? അപ്പോൾ ഇനി അത് മുഴുവൻ മാന്തി പഴയതുപോലെ ഒരു മലയുണ്ടാക്കാൻ പറ്റുമോ ഒരു ഗവൺമെൻറ്റിന്? അത് വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ്. നമുക്ക് നോക്കാം. അതൊക്കെ ഗവൺമെൻറ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ എന്ത് നടക്കും എന്നുള്ളതിനെ പറ്റി അറിയാതെ നിങ്ങൾ വേവലാതി എടുക്കണ്ട. വരട്ടെ ഷെയർ എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഒന്നുകൂടെ ചർച്ചയൊക്കെ വരും. ധൈര്യമായിട്ടിരിക്കും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. വ്യക്തമായ എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ PC ജോർജ് അല്ല ഇരിക്കുന്നത്, ഗവൺമെൻറ് ചീഫ് വിപ്പാണ്. അതുകൊണ്ട് അഭിപ്രായം ഇല്ല. ഞാൻ ഇനി പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ചോ, ഉത്തരം വളരെ മണിമണി പോലെ തരാം. ഞാൻ ചോദിക്കട്ടെ, ഒരു സത്യം നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ. ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ മോഷണം നടക്കുന്നു. മോഷണം ഇനിയും നടക്കും. പ്രതികളെ പിടിക്കാനേ പറ്റൂ. എല്ലാ വീടിൻ്റെ കാവൽക്കും മന്ത്രി പോയി നിൽക്കാനും പറ്റില്ല, പോലീസിനെ കൊണ്ട് നിർത്താനും കഴിയില്ലല്ലോ. അപ്പം മോഷണം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് കള്ളന്മാരെല്ലാം നല്ല പള്ളിയിൽ പോയി കുമ്പസാരിക്കുന്നവരോ അല്ല ദിവസം ക്ഷേത്രത്തിൽ പോയി പാപം ചെയ്യാനെന്ന് പറയുന്നവരോ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റുമോ? നമുക്ക് കള്ളന്മാരുണ്ട്. ആ കള്ളന്മാരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുറ്റം ചെയ്താൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നാണ്. ആ കാര്യത്തിൽ ഈ ഗവൺമെൻറ് 100% വിജയിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരുത്തർ ഓടിപ്പോയിട്ട് ഓടിച്ചിട്ട് വിളിച്ചില്ലേ സർക്കാരിൻ്റെ പോലീസ്? ധൈര്യമായിട്ടിരിക്കും. എന്തോ ആരെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനും നിങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ മനസ്സെങ്ങനെ പോലീസിന് വായിക്കാൻ പറ്റും? അതല്ലേ പ്രശ്നം. പ്രതികളെ പിടിച്ചു. അതാണ്. ഏകാന്ത പതികരെ പോലെ നടക്കുന്ന പാവപ്പെട്ട VS എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ ഉദ്ധരിക്കാനില്ല. അതേ ഒരു നല്ല മനുഷ്യൻ ഇത്രയും പ്രായമായി VS പറഞ്ഞതിനെ പറ്റി ഇപ്പം ചോദിച്ച് എന്നെ വെള്ളത്തിലാക്കരുത്. ഞാൻ ഉത്തരം പറയാനില്ല. അല്ല അതൊക്കെ നോക്കാമെന്ന് VS പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. സാധാരണ VSൻ്റെ പത്രസമ്മേളനം പോലെ അല്ലല്ലോ. ഇല്ല, സ്വാമിനിക്ക് ചോദിക്കാമല്ലോ, പുള്ളിയെ കൂടി ചോദിപ്പിക്കേണ്ടത്. അതായത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഏകാന്ത പതികനായി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനപ്രയാസമുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ മനപ്രയാസമുള്ള ആളാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, അത് പാർട്ടിയുടെ ഇടപാടില്ലേ. അതിലൊക്കെ നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗമാണ് ഞാൻ പറയുക. അതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പം അത് പറയാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നിങ്ങൾ രാഷ്ട്രീയം ചോദിച്ച് നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം നമുക്ക്. അപ്പോൾ ചോദിച്ചോ ഇത് മുഴുവൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താ അതിനെപ്പറ്റി പറയാനിരിക്കുന്നു?
ഞാൻ ആ കൊച്ചിനെ ആരൊക്കെ പീഡിപ്പിച്ചെന്ന് ഇതുവരെയും പരിശോധിച്ച് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കുട്ടിക്ക് എല്ലാവരുടെയും പേര് പറയാൻ പറ്റുമോ? അതുപോലെ ആളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ആ കുട്ടിയോട് സഹതപിക്കുന്നു. അതായത് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാല. എന്നോട് ചോദിക്കേണ്ട, ഞാൻ പറയുകയില്ല. കണ്ടോ, നിങ്ങൾ വീണ്ടും അങ്ങോട്ട് ഇത് ഈ നയപ്രഖ്യാപനം, എന്നാലും ഒന്നാം തരം നയപ്രഖ്യാപന പ്രസംഗം വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നല്ല സുന്ദരമായിട്ട് 54 പേജ് നല്ല സുന്ദരമായ നയപ്രഖ്യാപനം. അതിനെപ്പറ്റി വല്ലതും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടോ? ഞാൻ പറയാം, തിങ്കളാഴ്ച വരട്ടെ, ഞാൻ പറയാം. ഞാൻ നന്ദിപ്രമേയം അവതരിപ്പിക്കട്ടോ, ഉള്ളത് പറയും. ഇതേ ദിവസം തന്നെയാണ് ഒരു പെൺകുട്ടി പീഡനത്തിലേറായ പെൺകുട്ടി PJ കുര്യൻ എന്ന UDF നേതാവിനെതിരെ ആരോപണത്തിലേക്ക് അവന് മറുപടി പറയട്ടെ. പാടില്ല. ആവശ്യമില്ലാതെ മറുപടി വലിയ മോശമാണ്. PJ കുര്യനൊന്നും അതൊന്നും പാവം അങ്ങനെ അങ്ങനെ പറയും. PJ കുര്യനെ പോലെ ഒരു നേതാവ് പറയുന്നത് നമുക്കറിയില്ല, അതും തള്ളിക്കളയാൻ പറ്റുമോ? അത് രണ്ടും കോടതിയോ അതുപോലുള്ള ആളുകൾ അന്വേഷിക്കട്ടെ, നമ്മളതിൽ ഇടപെടണം. ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്, ഒന്നിനും പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ പറയും. PJ കുര്യൻ ഈ പണിക്ക് പോയെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, PJ കുര്യൻ അല്ല എന്നറിയാവുന്ന ഞാൻ പറയുള്ളൂ. ഞാനത് ആ ചർച്ചയ്ക്ക് ഇപ്പോൾ ഇല്ല. ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. ഇപ്പോൾ തർക്കം വേണ്ട, അത് വേറെ. ഞാനും വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള പത്രക്കാരോട്, നിങ്ങൾ കൊച്ചുങ്ങളാണ്, സീനിയറായ പത്രക്കാരോട് ഞാൻ സത്യം പറഞ്ഞിട്ടുള്ള, എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാം. ഞാൻ സോമനോട് പറഞ്ഞിട്ടുണ്ട്, സോമൻ മിണ്ടായിരിക്കുന്നതല്ലേ. കേട്ടോ, ജോടെ സംശയം വേണ്ട. PJ കുര്യൻ പ്രതിയാണോ അല്ലയോ എന്നുള്ള ദൈവം സാക്ഷി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പം പറയുന്നില്ല ഈ വേദിയിൽ, ഞാൻ പിന്നെ പറയാം. സോമനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സോമനോട് പിന്നെ ചോദിച്ചു, ചെവിയെ പറഞ്ഞു തരും എന്ന്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെനിക്കറിയാം. പക്ഷേ അറിയാവുന്ന തെളിവുകൾ അല്ലാതെ NS ആസ്ഥാനത്തുണ്ടായിരുന്നു ആ തെളിവുകളൊന്നുമല്ല എൻ്റെ മുമ്പിലുള്ളത്. എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുണ്ട്. പക്ഷേ ഞാനത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഒരു സ്ത്രീ ഇങ്ങനെ വേദനിക്കുന്ന ഒരു സ്ത്രീ ഒരു പ്രസ്താവനയായിട്ട് നിൽക്കുമ്പോൾ അതിനെ മോശക്കാരനാക്കുന്നത് മോശമാണ് എന്നതിന് എൻ്റെ മനസ്സാക്ഷി. അതുകൊണ്ടാണ് മിണ്ടാതെ നടക്കുന്നത്. ഇതുപോലെ 10-100 പേര് 40 പേര് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി എത്ര എണ്ണം വേണേൽ വരും അറിയാൻ പാടില്ലേ. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കാൻ പോലും ആ കൊച്ചിന് പറ്റിക്കാണുകയല്ലോ. PJ കുര്യനെ പോലെ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ, PJ കുര്യൻ ആണെന്ന് പറഞ്ഞായിരുന്നു ഈ ബന്ധമെങ്കിൽ ആ കൊച്ചെങ്ങനെ PJ കുര്യനെ അറിയും? ആ കാലഘട്ടമല്ലേ, എത്ര വർഷമായി. ആ പറയേണ്ടടുത്ത് പറയും, ഒരു സംശയം വേണ്ട. ഞാൻ പറയും. കമ്മ്യൂണിസ്റ്റുകാർ അതിനൊക്കെ ശ്രമിക്കാറുടെ സ്വാഭാവികമല്ലേ. സഹാക്കന്മാരും ഉണ്ടല്ലോ. സഹാക്കന്മാർ ഈ പണിക്ക് മോശമൊന്നും അല്ലല്ലോ, നമുക്കറിയാം. ഇതാരാ ഇതിനകത്ത് മോശം? നിങ്ങളിലും പല മാന്യന്മാരും ഉണ്ട്, ഇതിലും മിടുക്കന്മാർ. പിന്നെന്തിനാ കുറ്റം പറയും? ഇതാരാ ഇതിനകത്ത് മോശം? മാണി ഗ്രൂപ്പെല്ലാം മാന്യന്മാരാണ്. ജോൺ അതിനകത്തുനിന്ന് പോയാൽ പിന്നെ ഇപ്പോൾ ആരും കുഴപ്പമില്ല. മതിയില്ലേ, നമുക്ക് ഇത് പറ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇതിൽ കൂടുതൽ ഞാൻ പറയരുത്. എന്ത് നടക്കുന്നത്? രാജീവ് ചുമ്മാ ഭാര്യയായിട്ട് ഇറങ്ങരുത്, ഞാൻ പറഞ്ഞേക്കാം. ഞാനിതിന് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തിങ്കളാഴ്ച കഴിഞ്ഞുള്ള പ്രസ് കോൺഫറൻസിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും മണി പോലെ ഉത്തരം പറയാം. പോരെ? ചായ കൊടുത്തോ എല്ലാവർക്കും? എന്നാ പിന്നെ പ്രശ്നം. ചായ കിട്ടിയില്ലോ? ഈ തുളയുള്ള അപ്പം കിട്ടിയില്ലോ? നല്ല കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് പിന്നെ കാരണം ഇത് ഗവർണർ നയപ്രഖ്യാപനമല്ല, അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാറുണ്ട്, ഇപ്പം ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. PC ജോർജ് എന്ന പൗരാവകാശം വെച്ച് സംസാരിക്കുകയും ചോദ്യത്തിനൊക്കെ ഉത്തരം പറയും. ഒരു സംശയമുണ്ട്, എന്നെ വിശ്വസിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റ് വരുമ്പോഴും
നയപ്രഖ്യാപനം വരുമ്പോഴും രാഷ്ട്രീയം കുത്തി നിറച്ച ആദ്യത്തെ ഒരു